നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് NSSന്റെ വലിയ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി NSS ജനറൽ സെക്രട്ടറിക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ച വിഷയത്തിൽ NSSന് വലിയ പ്രതിഷേധമുണ്ട്. ഇന്നലെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. അതിനുശേഷം അതിന് മറുപടി പറഞ്ഞുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി തന്നെ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. BV അരുൺ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, എന്താണ് വലിയ പ്രതിഷേധമാണോ NSS ഉയർത്തുന്നത്? അരുൺ, അരുൺ കേൾക്കാമോ? ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ മറുപടി പറയും. This has got nothing to do with the CM statement. ആദ്യമായിട്ട് ഇതൊരു പ്രതിഷേധ പ്രകടനമേ അല്ല. ഇത് ഞങ്ങളുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഞങ്ങളുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങളുടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ജാഥയാണ്. ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് വിമർശനം പ്രധാനമായി ഉണ്ടായത് സുരേഷ് ഗോപി എംപിയിൽ നിന്നും ഉപരാഷ്ട്രപതിയിൽ നിന്നുമാണ്. അല്ല, ഞങ്ങൾ സുരേഷ് ഗോപിയോ ഉപരാഷ്ട്രപതിയോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഈ പൊതുസമൂഹത്തിൽ നിന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നായർ സർവീസ് സൊസൈറ്റിക്കും അതിൻ്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിക്കുമെതിരെ ഉണ്ടായ ചില പരാമർശങ്ങൾക്ക് അദ്ദേഹത്തിന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യ ജാഥയാണ്. ആസൂത്രിതമായ ഒരു വിമർശനം അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ മിസ്റ്റർ സംഗീത് കുമാർ, ഇങ്ങനെ തന്നെ സുകുമാരൻ നായർ തന്നെ പറഞ്ഞു, അതായത് കള്ളം പറയാണ് മുഖ്യമന്ത്രിയെന്നും തന്നെ കാണാൻ ഇതിനെ തയ്യാറായിട്ടില്ലെന്നും ഞാൻ ആവശ്യപ്പെട്ടപ്പോഴും തയ്യാറായിട്ടില്ലെന്നും പറഞ്ഞു. അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു. പക്ഷെ നിങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടോ? അങ്ങനെ തന്നെ പറഞ്ഞു. അതിന്റെ വിമർശനം ഇത് മുഖ്യമന്ത്രിയോ സുരേഷ് ഗോപിയോ ആയിട്ടൊന്നും ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമായിട്ട് അല്ല. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ഞങ്ങളുടെ ഒരു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ജാഥയാണ്. അതെല്ലാം അവരാലോചിച്ച് ചെയ്യും, വഴിയെ ചെയ്യും. എല്ലാവർക്കും നടത്താം. എല്ലാവർക്കും. ഇതാണ് NSSന്റെ നിലപാട്. നേരത്തെ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ ആക്രമണം നടക്കുന്നു, വലിയ പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടാകുന്നു. ആസൂത്രിതമായ നീക്കമാണ്. ജനറൽ സെക്രട്ടറിയും NSSനെയും അപമാനിക്കാനുള്ള ആസൂത്രിത നീക്കമാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താലൂക്കിനകത്ത് ഒരു പ്രകടനം നടത്തുന്നതാണ് NSSന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ സംഗീത് കുമാർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രകടനം ഇവിടുന്ന് ആരംഭിക്കുകയാണ്. നൂറുകണക്കിന് NSS പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, NSSനെതിരെ കടുത്ത നിലപാട് ജനറൽ സെക്രട്ടറി ഈ ദിവസങ്ങൾ സ്വീകരിച്ചത് രണ്ട് വിഭാഗങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഒന്ന്, ഡൽഹിയിൽ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയും പരോക്ഷ വിമർശനം സുകുമാരൻ നായർക്കെതിരെ നടത്തിയിരുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുമായുള്ള തർക്കവും മുഖ്യമന്ത്രി കാണാൻ സമയം അനുവദിച്ചില്ല എന്ന സുകുമാരൻ നായരുടെ വിമർശനം, അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി, വീണ്ടും കൃത്യമായ സമയം അനുവദിച്ചു, അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു എന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞതുമൊക്കെ ഇതുമായി ചേർത്ത് വായിക്കണം. ആ രണ്ട് കാര്യങ്ങളിലാണ് സുകുമാരൻ നായർക്കെതിരെ ഇപ്പോൾ ആക്രമണം ഉണ്ടായത്. പക്ഷേ NSS നേതൃത്വം നേരിട്ടത് പറയുന്നില്ല. ഇത് രാഷ്ട്രീയ ലക്ഷ്യമില്ല, രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള പ്രതിഷേധ പ്രകടനമല്ല, പകരം ജനറൽ സെക്രട്ടറിക്ക് ഐക്യദാർഢ്യ പ്രകടനമാണെന്നാണ് NSS നിലപാട്. ഇപ്പോൾ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന പ്രകടനം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. G. സുകുമാരൻ നായർക്ക് അഭിവാദ്യങ്ങൾ, ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബാനറാണ് ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും സുകുമാരൻ നായർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, വിമർശനങ്ങൾക്കെതിരെ NSS തെരുവിലിറങ്ങുന്നു എന്ന് കൂടി വേണമെങ്കിൽ നമുക്കിത് പറയാം. ഇത് തിരുവനന്തപുരം താലൂക്ക് യൂണിയനാണ് ആദ്യഘട്ടത്തിൽ ഈ സമരം, ഈ ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നത്. പിന്നീട് ഇത് മറ്റ് യൂണിയനുകളും ഈ പ്രതിഷേധ സമര പ്രകടനങ്ങളുടെ ഭാഗമാവില്ല, ഐക്യദാർഢ്യ പ്രകടനങ്ങളുടെ ഭാഗമാകുമെന്നാണ് NSS നേതൃത്വം വ്യക്തമാക്കുന്നത്. സുകുമാരൻ നായർക്കെതിരെ ആസൂത്രിതമായ നീക്കം നടക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളെ പഴിചാരിയാണ് ഇപ്പോൾ NSSന്റെ ഐക്യദാർഢ്യ പ്രകടനം എന്ന പേരുള്ള പ്രകടനമെങ്കിലും സ്വാഭാവികമായും ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തും BJP നേതൃത്വത്തിന്റെ ഭാഗത്തും വിമർശനങ്ങളുമൊക്കെ ഇതിന് അടിസ്ഥാനമാണ്. ഇന്ന് തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ യോഗ
യോഗം ചേരുമ്പോൾ ശക്തമായ വിമർശനമാണ് സുരേഷ് ഗോപി എംപിക്കെതിരെ മന്ത്രിക്കെതിരെ ഉയർന്നത്. അതുപോലെ വി ഡി സതീശൻ സമയം നൽകാത്തതിലും ശക്തമായ പ്രതിഷേധം ഉയർന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഐക്യദാർഢ്യ പ്രകടനം എന്ന പേരിൽ ശക്തി പ്രകടനം നടത്താൻ തീരുമാനമെടുത്തത്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ വിവിധ ഭാഗങ്ങൾ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്നുള്ള ആളുകളും ഈ പ്രകടനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി അങ്ങനെ കരിവാരി തേക്കാൻ അനുവദിക്കില്ല, അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു പ്രഖ്യാപനവുമായാണ് NSSന്റെ ഈ ഐക്യദാർഢ്യ റാലി എന്ന പേരിലുള്ള ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ ആരംഭിക്കുന്നത്. NSS വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ തന്നെ നേതൃത്വം നൽകുന്നു. കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ അതുകൊണ്ട് തന്നെ പറയുന്നത് ഇത് സ്വാഭാവികമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ളതല്ല, രാഷ്ട്രീയ വിമർശനമല്ല ഇവരുടെ അടിസ്ഥാനം. പകരം ഇത് വളരെ കൃത്യമായി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം എന്നത് മാത്രമാണ് ഇതിന്റെ അജണ്ട എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ റാലി ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ഈസ്റ്റ് ഫോർട്ട് വരെ ഈ യാത്ര റാലി മുന്നോട്ട് പോകും. സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഒക്കെ കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയ നിറം കൊടുക്കേണ്ട എന്നുള്ള ഒരു വിലയിരുത്തലാണ് NSS ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും സുകുമാരൻ നായർക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക്, സുകുമാരൻ നായർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് NSSനെ ഹൈജാക്ക് ചെയ്യാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുവെന്ന ആശങ്കകൾക്കിടെയൊക്കെയാണ് ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ ഐക്യദാർഢ്യ പ്രകടനം എന്നാണ് ശ്രദ്ധേയം. പെരുന്ന ശുദ്ധീകരിക്കപ്പെടണമെന്നാണ് നേരത്തെ സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിൽ പറഞ്ഞത്. CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി അതിനോട് ചേരുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. മന്നം സമാധിയിൽ ആർക്കും പോകാം, അവിടെ ഞാനാണ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മാത്രമാണ് എല്ലാ അധികാരവും എന്ന ചിന്ത പാടില്ല എന്ന വിമർശനം രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യമൊക്കെ ഇതുമായി ചേർത്ത് വായിക്കണം. ഏതായാലും സുകുമാരൻ നായർക്കുള്ള ഐക്യദാർഢ്യ പ്രകടനം തുടക്കം കുറിക്കുന്നത് ഇവിടെ തിരുവനന്തപുരം താലൂക്ക് യൂണിയനിൽ നിന്നാണ്. ഇത് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കും. മറ്റ് സ്ഥലങ്ങളിലും സമാനമായ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് NSSന്റെ നേതൃത്വം വ്യക്തമാക്കുന്നത്. TV അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. ഇതൊരു പ്രതിഷേധ പ്രകടനമല്ല, ഐക്യദാർഢ്യ പ്രകടനം എന്നതാണ് NSS നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച് നടക്കുന്നത്. വലിയ ജനപങ്കാളിത്തം നമുക്കിതിൽ കാണാം. ഈ NSSന്റെ മാർച്ച് കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നാമജപ ഘോഷയാത്രയാണ്. ശബരിമല വിഷയത്തിൽ ആദ്യം പ്രതിഷേധം, ഇതുപോലെ പരസ്യ പ്രതിഷേധം തുടങ്ങി വെച്ചത് NSS ആണ്. അത് പിന്നെ സംസ്ഥാനത്തൊക്കെ കത്തിപ്പടരുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ സമീപനമാണ് ചൊടിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം മന്നം സമാധിയിലെ വരവുമായി ബന്ധപ്പെട്ടൊക്കെ ഉപരാഷ്ട്രപതി, ഒപ്പം തന്നെ സുരേഷ് ഗോപിയൊക്കെ ഉയർത്തിയ വിമർശനങ്ങളും ഇതിന് കാരണമായിട്ടുണ്ട്.